ഹലോ ഗായ്സ്. അപ്പൊ അങ്ങനെ നമ്മളെ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങളെ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന സർപ്രൈസ് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ് ഗായ്സ്. മുൾമുനയിലൊക്കെ ഉണ്ടോ? മുൾമുനയിലൊന്നും ഇല്ല, ഞാനത് ഞങ്ങള് അതിലായിരുന്നു. ഞങ്ങള് മുൾമുനയുടെ മണ്ടകത്തെ മുനയിലായിരുന്നു. ടെൻഷനും അങ്ങേയറ്റം സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വയ്യാണ്ടായി. ഇപ്പോഴും എല്ലാം ഒന്നും ആയിട്ടില്ല, എന്നാലും എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. സംഭവം എന്താന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ജൂലൈയിൽ നമ്മുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പം അതാണ് നമ്മുടെ വലിയ സർപ്രൈസ്. നമ്മളുടെ സന്തോഷത്തെ പോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ സന്തോഷമായിരിക്കും, സന്തോഷമായിരിക്കും. ചിലർക്കൊക്കെ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും. എന്തായാലും അപ്പൊ നമ്മുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോയിക്കുവാണ്. കൊറേ നമ്മള് വീഡിയോ എടുക്കാത്തതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. കുറെ ദിവസം നമുക്ക് ഒട്ടും മെന്റലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ചിലപ്പോ വിഷമായിരിക്കും, ചിലപ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലപ്പോ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ടെൻഷനാണ് എല്ലാ ദിവസവും. ടെൻഷൻ ഏറ്റവും കൂടുതൽ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറിയ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വെച്ച് നമ്മള് നടത്തണം എന്നൊക്കെ വെച്ചുകൊണ്ട് ഉള്ള രീതി പോകുമ്പോൾ അതിനനുസരിച്ച് ഉള്ള ബഡ്ജറ്റ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഇവിടാണ്. ഇതൊന്നും നമ്മളൊരു പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. കാരണം നമ്മൾ എൻഗേജ്മെന്റ് ഇങ്ങനെ നടത്തണം എന്ന് പറയുമ്പോഴും നമ്മളൊരു പോയിന്റിൽ നമ്മളിത് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിരുന്ന ആൾക്കാരാണ്. കാര്യം ഫിനാൻഷ്യലി തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് നടത്തുന്ന നമുക്കിപ്പോ എൻഗേജ്മെന്റ് നടത്തണം എന്നുള്ള ഭയങ്കര അതിയായ ആഗ്രഹം കൊണ്ടല്ല. ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ ഫിനാൻഷ്യലി നടത്തണം ആഗ്രഹം. പക്ഷെ നാട്ടുകാരൊക്കെ പല ചോദ്യങ്ങളും പറച്ചിലും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പലരും പറയും നാട്ടുകാരെ മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒരു എത്ര ഒന്നും പറഞ്ഞിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മള് കേരളത്തിലാണ് താമസിക്കുന്നത്. അതുപോലെ കേരളത്തിലെ വെറുതെ കുറ്റം പറയും ചിലര് എല്ലാരും അല്ല കേട്ടോ, കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. കുറെ പേർക്ക് നമുക്ക് ചിലതൊക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ഓക്കെ ആകണം എന്നില്ല. ഇപ്പം അതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബ്രദറിന്റെ കല്യാണമാണ് ഓഗസ്റ്റിന്. അപ്പം ആ ഒരു സമയത്ത് പെങ്ങളെ എന്തുകൊണ്ട് കെട്ടിക്കുന്നില്ല, അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നാ നിങ്ങൾ കെട്ടത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് മീൻസ് നമ്മളെ കേട്ട് നമ്മളുടെ ഫാമിലിന്നോ നമുക്കിപ്പോ ആ ചേച്ചി വരാൻ പോകുന്ന ഫാമിലിന്നോ അങ്ങനൊന്നും അല്ല, അവരുമായിട്ട് അതൊന്നും അല്ല. പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ രീതിയിൽ അങ്ങനെ ഒരു ചർച്ചയൊക്കെ ആവുമ്പോ ആ ഒരു ചർച്ചയൊക്കെ ആയതുകൊണ്ടാണ്. എന്റെ വീട്ടിന്റെ സൈഡിൽ നിന്ന് ഇപ്പൊ ബന്ധുക്കാരാണെങ്കിലും എല്ലാരും അങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരും. വന്നിട്ടുണ്ട്, ഇനിയും വരും. അങ്ങനെ ഒരു സംഭവം കുറച്ചൊന്നും ഒതുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പൊക്കിക്കൊണ്ട് വന്നത്. അതും പിന്നെന്താ, പിന്നെ ആക്ച്വലി ഞങ്ങള് സത്യം പറഞ്ഞ എല്ലാ എൻഗേജ്മെന്റ് നടത്തുന്ന കപ്പിൾസിനും ആഗ്രഹം കാണും. ഞങ്ങൾക്കും കുറെ ആഗ്രഹങ്ങളുണ്ട്, അതുപോലെ ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മള് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അല്ല, നമ്മുടെ പ്ലാനിങ് ഒക്കെ അതുപോലെ നടക്കട്ടെ. എക്സ്പെക്ടേഷനും റിയാലിറ്റി രണ്ടായിരുന്നു നമുക്ക് ഇപ്പോഴേ അറിയാം. എന്നാലും നമ്മുടെ ഇപ്പോഴും ആഗ്രഹം എന്താണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ചെങ്കിലും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം, നമുക്കും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതല്ല, എന്നാലും എന്റെ ഒരു ഇതിന് മനസ്സമാധാനത്തിന് വേണ്ടി ഞാനങ്ങ് പറയാം. ഈ കൊച്ചെന്താ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കുന്നത്, മെച്യൂരിറ്റി ഇല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാനിങ്ങനെ മെച്യൂരിറ്റി ആയിട്ട് സംസാരിക്കേണ്ട പല സിറ്റുവേഷൻസിലും ഞാൻ അങ്ങേയറ്റം മെച്യൂരിറ്റി ആയിട്ട് തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. മെച്യൂരിറ്റി എക്സ്ട്രീം ആണ്, അത് എനിക്ക് നന്നായിട്ട് അറിയാം. ആർക്കും അറിയത്തില്ലെങ്കിലും എനിക്കും ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും അറിയാം അവൾ എന്തോരം മെച്യൂർ ആണെന്ന്. പല ഡിസിഷനും നേച്ചർ ഇതാണ്. അല്ലാണ്ട് ഞാൻ ഈ ക്യാമറ മുന്നേ വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെയല്ല. എന്റെ നേച്ചർ എങ്ങനെയാണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെയാണ്. ഞാൻ എത്ര കംഫർട്ടായിരിക്കുന്നു എന്നിലെ ഞാൻ പുറത്തു വന്നോണ്ടേയിരിക്കും. അല്ലാതെ ഞാൻ കംഫർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരാളായിട്ട് മാറും. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വെളിയിറങ്ങി ആയാലും സംസാരിക്കാൻ വരികയാണ്, ഞാൻ ഈ ഒരു സംവാദം കൂടുതലില്ല, ഞാൻ കാണിക്കാം. ഇതേ ഉള്ളൂ.
നേരെ മറിച്ച് ഇപ്പൊ നമ്മളുടെ സർക്കിളിനിടയിലാണെങ്കിൽ ഇവൾ അലച്ച് കൂവി അപ്പൊ മെച്യൂർ ആയിട്ട് നിൽക്കേണ്ട ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് എന്റെ റൂഡായിട്ട് നിൽക്കേണ്ടടുത്താണെങ്കിൽ അവള് റൂഡായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. എന്റെ പല സിറ്റുവേഷൻസിൽ തന്നെ എനിക്കറിയാം. ഞാൻ തന്നെ ഓരോ തെണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അവൾ എൻ്റെ അടുക്ക് റിയാക്ട് ചെയ്യുന്നതാണെങ്കിലും നല്ല മെച്യൂർ ആയിട്ടാണ്, നല്ല രീതിയിൽ അവൾക്ക് ഓരോന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അപ്പൊ അത് അവള് മെച്യൂരിറ്റി കുറവൊന്നും ഇല്ല അവക്ക്. കമന്റ് റിയാക്ട് ആണ് കുറെ അത് മാത്രമല്ല നമ്മുടെ ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ എന്റെ വീട്ടുകാർക്കും അറിയാം, ഇവർക്കും അറിയാം. എന്റെ ഇപ്പം ഈ കുട്ടിത്തെ സാധനം മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, എന്നിട്ടും കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇതിലും താന്നായിരുന്നു, പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു മാറ്റം, പക്ഷെ എന്റെ വീട്ടുകാർക്ക് ഇവനൊന്നും അക്സെപ്റ്റബിളേ അല്ല. അവനൊട്ടും പറ്റില്ല. ഞാൻ പണ്ടേ ചോദിക്കുന്നത്, കുഞ്ഞ് ഞാൻ ഇങ്ങനാണല്ലോ, കുഞ്ഞ് ഞാൻ ഇങ്ങനെ ഇമ്മച്ചുവർ ആയിട്ടിരിക്കുന്ന, എങ്ങനെ ഭാവിയിൽ അത് പ്രശ്നമായിട്ട് വരത്തില്ല. അതൊക്കെ പണ്ടായിരുന്നു, പക്ഷെ മാറി, കൊറേയൊക്കെ മാറിയിട്ടുണ്ട്. ചില സമയത്ത് തോന്നുന്നു പക്ഷെ പണ്ട് അടിപൊളിയായിരുന്നു, ചില സമയത്ത് തോന്നുന്നു അങ്ങനെ ഇതാണ്. അപ്പം എന്റെ വീട്ടുകാർക്ക് അത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കാര്യം അവര് ഞാൻ ജനിച്ച സമയം തൊട്ട് അവരത് കണ്ട് എനിക്ക് ചെറിയൊരു മാറ്റം വരുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഞങ്ങൾ രണ്ടുപേരെ, ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്ന വ്ലോഗും ഇവിടെ വന്ന് എടുക്കുന്ന തമ്മിൽ എനിക്ക് രണ്ട് ക്യാരക്ടറാണ്. അവിടെ നിന്ന് നോക്കുന്നതാണ് ശരിക്കും ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട്. എന്താ പിന്നെ പറയാൻ വന്നത്? ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാ മറന്നുപോയി. അല്ല, സംഭവം എന്ന് പറഞ്ഞാ ഇപ്പൊ എന്താ, ഞാന് നമ്മുടെ എൻഗേജ്മെന്റ് നടത്താന് പോകുമ്പോ ഇഷ്ടമല്ലാത്ത കുറെ പേരുണ്ട്. ഇഷ്ടമല്ലാത്ത കുറെ പേര് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കുറെ പേരുണ്ട്. സർക്കിളാണെങ്കിലും ഫാമിലി സർക്കിളിലാണെങ്കിലും കുറെ പേരുണ്ട്. നേരത്തെ പണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പം പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു ഈ ഒരു സിറ്റുവേഷനിൽ പറയുക, ഞങ്ങള് ഇപ്പൊ ഒരു 4 പേര് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ ഒരു കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നേരത്തെ നെഗറ്റീവ് പറഞ്ഞവരെ ഇപ്പം വന്ന് സപ്പോർട്ട് പറയുന്നവരൊക്കെ ഉണ്ട്. പണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങൾ മഴവിൽ മനോരമ പോയി, അങ്ങനെ ഞങ്ങളെ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവര് തന്നെ ഈ 1.5 വർഷമായിട്ട് ആ ഒരു പ്രോഗ്രാമിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ തന്നെ ഇതേ സെയിം സിറ്റുവേഷനില്, അല്ലാണ്ട് സിറ്റുവേഷനില് നമ്മളെ സ്നേഹിച്ചും ബുദ്ധിമുട്ടിയും ഭയങ്കര, നമ്മുടെ പകുതി മാത്രം ലൈഫ് മാത്രമേ എല്ലാരും കണ്ടിട്ടുള്ളൂ. അതിനെക്കാട്ടിലും വൃത്തികെട്ട കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. അതൊക്കെ കഴിഞ്ഞ് വന്നാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഫെയിമിന്റെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് ശരിയാണ്. ഞങ്ങള് അത് നിങ്ങൾ ഇനിയുള്ള ബ്ലോഗിലൊക്കെ കാണാം. ഞങ്ങള് പലയിടത്ത് പോകുമ്പോഴാണേലും കുറെ പേര് സ്നേഹം, പിന്നെ കുറെ പേര് നമ്മളെ മനസ്സിലായാലും നമ്മളെ മിണ്ടത്തൊന്നുമില്ല, എവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയെങ്കിലും. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അതിനെ എവിടെയോ കണ്ടു, പക്ഷെ ഇവനെ കൂടെ കണ്ടു കഴിയുമ്പോൾ കൺഫേം, ഇവനെ കണ്ടു കഴിയുമ്പോൾ സെയിം സാധനം തന്നെ എവിടെ കണ്ടിട്ടില്ല. എന്നിട്ട് ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിന്റെ ഇതെല്ലാം മാറി, കുഞ്ഞ് നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും നടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായെന്ന് വരത്തില്ല, വിത്ത് വീൽ ചെയർ ഉണ്ടെങ്കിലും മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ തമാശക്കാണെങ്കിൽ പറയും. അപ്പൊ അങ്ങനെ കുറെ പേരെ സപ്പോർട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനൊരു ഇപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ കുറച്ചെങ്കിലും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ കൂട്ടത്തിൽ സപ്പോർട്ടായിട്ട് ഇങ്ങനെ കുറെ പേരുണ്ട്. കുറെ പേരുണ്ട്. അതിൽ ഓരോരുത്തരെയും നമ്മൾ പിന്നെ ഉള്ള ഓരോ വ്ലോഗിലും പറയുന്നതായിരിക്കും. കുറെ പേരുണ്ട്. ഞങ്ങൾ എത്രത്തോളം ടെൻഷൻ എടുക്കുന്നോ, സ്ട്രെസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ചെയ്യുന്ന കുറെ പേരുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടുകാരാണെങ്കിലും അതേപോലെ സഫർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും എന്റെ ചേട്ടന്റെ കല്യാണം അടുത്തിരുന്നു, അതിന് മുന്നേ ഈ സാധനം എന്നൊക്കെ പറയുമ്പോഴത്തേനും മനസ്സിലാകും. ചെറുതായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ടെൻഷനാണ് എല്ലാവർക്കും. പിന്നെ എല്ലാരും ചിരിയുടെ ഒരു മുഖം മൂടി എടുത്ത് അതാണ് മെയിൻ സാധനം. അതൊരു സംഭവം ഉണ്ട്. പിന്നെ നമ്മള് ഇനി ഇത്രയൊക്കെയാന്ന് പറഞ്ഞാൽ രസമുണ്ട്. നമ്മളിങ്ങനൊരു ഫസ്റ്റ് ആയിട്ടല്ലേ ജീവിതത്തിൽ, ഇനി വേറൊരാളെ ഞാനിനി ആരും കെട്ടാനും പോകുന്നില്ല, എൻഗേജ്മെന്റ് നടത്താനും പോകുന്നില്ല. അപ്പൊ ആ ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊള്ളാം, മാരകം. അപ്പൊ അത് ആ ഒരു രീതിയിലാണെങ്കിലും
ഇതിന്റെ ഇടയിൽ വന്നിട്ട് എല്ലാരും കമന്റ് പറയണം, ചേച്ചി ചേട്ടനെ കൊണ്ട് പറയാൻ സമ്മതിച്ചതേ ഇല്ല. ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ മാത്രമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ ഞാൻ കംഫർട്ടാണ്. വ്ലോഗ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അല്ലാണ്ട് സംസാരിക്കാൻ എനിക്ക് ക്യാമറ കാണുമ്പോഴൊക്കെ ഭയങ്കര വ്ലോഗിലൊക്കെ ഞാൻ വ്ലോഗ് എടുക്കും. അല്ലാണ്ട് ഇങ്ങനെ അവനിപ്പോ അല്ലാണ്ട് ഇപ്പൊ ഈ ക്യാമറ ഫോൺ പിടിക്കാതെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ ഞങ്ങളുടെ ലൈവ് എടുത്ത് നോക്കിയാൽ മതി. അതെ, അതിനകത്ത് ഭയങ്കര അല്ലാണ്ട് ഈ ക്യാമറ എടുത്ത് മുന്നിൽ പിടിച്ചേക്കുന്ന സമയത്ത് എനിക്കൊന്നും സംസാരിക്കാനും കുറച്ചുകൂടെ ജ്യോതിക അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ആയി വരണം. കുറച്ച് സമയം എടുക്കും. പക്ഷെ ഞാൻ അഡാപ്റ്റ് ആയില്ലേ കുറച്ചൊക്കെ. അപ്പൊ ഇപ്പോഴും ഞങ്ങള് പറയാണ്, ഞങ്ങളെ സിന്ധതിയുടെ പേരിൽ ആര് സപ്പോർട്ട് ചെയ്യണ്ട ഗൈസ്. അതെ, അതും ഒരു കമന്റ് ഉണ്ടായിരുന്നു സിമ്പതിക്ക് വേണ്ടി. ഞങ്ങൾ അതൊന്നുമല്ല, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളുടെ സ്നേഹം ഒത്തിരി ഇതാന്ന് വിശ്വസിക്കുന്നവരും ഞങ്ങളുടെ ലൈഫിനെ ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സിമ്പതിയുടെ പേരിൽ നമുക്ക് കാര്യം നമ്മളെ പോലെ കുറെ പേരുണ്ട്, അവരൊക്കെ നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാട്ടും നന്നായിട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ വേറൊരു രീതിയിൽ പേഴ്സണലി അറിയാവുന്ന കുറെ പേരുണ്ട്. അതെ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എത്രയോ പേര് മെസ്സേജ് അയക്കുന്നു, ഇന്ന പോലെ ഇഞ്ചറി പറ്റിയിട്ട് ഇന്ന ഇത്ര വർഷമായിട്ടിരിക്കും. ഇപ്പൊ തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളെ എല്ലാരും അറിയുന്നത്. അങ്ങനെ കിട്ടാത്ത എത്രയോ പേരുണ്ട്. സത്യം. അമ്മ ഇപ്പൊ വന്നു. അമ്മ എന്നിട്ട് ഇന്ന് ഇത് അത് കഴിഞ്ഞിട്ടുള്ള വ്ലോഗിനകത്ത് കൊറേ പറയാം. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോ ഞാൻ വന്നിട്ട് പറയാം. ഞാൻ ചായ കുടിക്കത്തില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളല്ലേ? അത്രയൊക്കെ ഉള്ളു. അപ്പൊ എന്തായാലും നമ്മുടെ സർപ്രൈസ് ഇതാണ്, എൻഗേജ്മെന്റ് ആണ്. പ്രാർത്ഥനയും വിശ്വാസവും കാര്യങ്ങളും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാരും പ്രാർത്ഥിക്കും. നമുക്കറിയാം. സ്നേഹമുള്ള കുറെ പേര്. പിന്നെ എല്ലാരും ചോദിക്കും എന്റെ മുഖത്ത് എന്താ ഗ്ലോ, ഈ കൊച്ചു മേക്കപ്പ് ആണല്ലേ. നമ്മളിപ്പോ രാവിലെ ഒരിടത്ത് പോയിട്ട് തിരിച്ചു അതൊക്കെ ഈ വ്ലോഗിനകത്ത് പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ മിനിമം ഇപ്പൊ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് കയ്യിലിട്ട് എഴുതാറുണ്ട്, അതൊക്കെ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എന്നോട് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പ്രോപ്പർ സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കാര്യം പ്രോപ്പർ സ്കിൻ കെയർ അല്ലത്. ഞാൻ പറഞ്ഞുതരാം. അവളുടെ സ്കിൻ കെയർ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നുമല്ല, അരിപ്പൊടി. ഞാൻ പറയുന്ന പോലെ തന്നെ അരിപ്പൊടിയൊക്കെയാണ്. അരിപ്പൊടി, പിന്നെ ആകെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീം മോയ്സ്ചറൈസറും ഇപ്പൊ സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ശരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മുഖത്ത് കുരുവൊക്കെ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി. കാര്യം എന്താ അറിയോ, ഒരു പന്നറൈസർ ആ സാധനം യൂസ് ചെയ്യുന്ന സമയം തൊട്ടുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന ഭാഗത്തെല്ലാം കുരു വരുന്നു. അപ്പൊ നമുക്കും എനിക്കും പേഴ്സണലായിട്ട് പ്രശ്നങ്ങളൊക്കെ എന്റെ മുഖത്തും വരാറുണ്ട്. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡൊന്നും എന്നോട് വന്ന് അറിയത്തില്ല. ഒരെണ്ണം തേക്കും, അതിന്റെ മണ്ടയ്ക്ക് മെസ്സേജർക്കൊക്കെ ഞാൻ അങ്ങനെ തന്നെ തിരിച്ച് റിപ്ലൈ കൊടുത്തു. എനിക്ക് അറിയത്തില്ല. ഒരെണ്ണം തേക്കും, അതിന്റെ മണ്ടയ്ക്ക് വേറെണ്ണം തേക്കും, പിന്നെ അതല്ലാണ്ട് അതിന്റെ മണ്ടയ്ക്ക് ലിബാം തേക്കും. എന്തൊക്കെയാണ് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം നമ്മളിങ്ങനെ റിവീൽ ചെയ്തേക്കുന്നു. എല്ലാവർക്കും സംബന്ധിച്ച് കുറെ വ്ലോഗും കാര്യങ്ങളും. ഞങ്ങളുടെ എൻഗേജ്മെന്റിനെ സംബന്ധിച്ച് ഇനി വ്ലോഗുകൾ വരാൻ കിടക്കുന്നു. പഴയ പോലെ വെറുമാക്കല്ല, വരുന്നുണ്ട്. കുറച്ച് വാക്കുകളൊന്ന് വ്ലോഗുകൾ വരുന്നുണ്ട്, പെൻഡിങ്ങിലാണ്. നമ്മൾ ഇടും ഓൺ ദ വേ. അപ്പം അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നടക്കട്ടെ എന്ന് നടക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം നമ്മള് പറയുന്ന കുറെ പ്ലാനൊക്കെ നമ്മുടെ ഫാമിലി പോലും ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ അതെല്ലാം നമ്മൾ വരുന്ന വ്ലോഗിലും കാര്യങ്ങളിലും ഒക്കെ പറയും. ഇങ്ങനെയുള്ള കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇടാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എനിക്കൊന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് കുറേയും കൂടെ നമുക്ക് ഈ ലൈവ് പോലെ ഇങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെ ലൈവിലാണെങ്കിൽ നമുക്ക് ആൾക്കാർ അവർക്കുള്ള മറുപടി കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതും പകുതി പേർക്കും കൊടുക്കാനും പറ്റത്തില്ല. അപ്പം എല്ലാവർക്കും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ. ബൈ.